കേരള PSC പരീക്ഷയിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ മേഖലയിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10-30ഓളം ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഓരോ ചോദ്യങ്ങളും എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് മെയിൻ എക്സാമിലൊക്കെ തന്നെ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ തുടക്കം കുറിച്ച സെക്രട്ടേറിയറ്റ് മെയിൻ എക്സാമിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വാട്ട് ഡസ് എ catch-22 സിറ്റുവേഷൻ മീൻ? എ catch-22 സിറ്റുവേഷൻ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട സിറ്റുവേഷൻ 1 cannot win എന്നാണ്. സിറ്റുവേഷൻ 1 cannot win എന്നാണ് എ catch-22 സിറ്റുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എ catch-22 സിറ്റുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സിറ്റുവേഷൻ 1 cannot win എന്നാണ് എ catch-22 സിറ്റുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിന്റെ മലയാളം എന്ന് പറയുന്നത്? ഒരാൾക്ക് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ടു ഗെറ്റ് എ ജോബ് യു നീഡ് എക്സ്പീരിയൻസ്, ബട്ട് ടു ഗെറ്റ് എക്സ്പീരിയൻസ് യു നീഡ് എ ജോബ്. ഇറ്റ്സ് എ catch-22 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചോദിക്കും നിനക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഇതൊക്കെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? ആ ഒരു ഇന്റർവ്യൂ പാസ്സാവണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ഇഡിയം ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു ഗെറ്റ് എ ജോബ് യു നീഡ് എക്സ്പീരിയൻസ്, ബൈ ടു ഗെറ്റ് എക്സ്പീരിയൻസ് യു നീഡ് എ ജോബ്. ഇറ്റ്സ് എ catch-22 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടതാണ് ഓപ്ഷൻ സി. എ catch-22 സിറ്റുവേഷന്റെ അർത്ഥം എന്താണ്? എ സിറ്റുവേഷൻ 1 cannot win എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് എ ബാക്കേഴ്സ് ഡസൻ? ബാക്കേഴ്സ് ഡസൻ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബാക്കേഴ്സ് ഡസൻ നമ്മൾ ഡസൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? 12 എണ്ണത്തെയാണ് നമ്മൾ ഡസൻ എന്ന് പറയാം. അതേസമയത്ത് ബാക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 എണ്ണമാണെന്ന് ആരും ഓർത്തിരിക്കുക. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇംഗ്ലണ്ടിലെ ഒരു ബേക്കറിയിൽ 12 പപ്സുകൾ വിൽപ്പന ചെയ്യുന്നുണ്ടാവും. 12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസനാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ചോദിക്കും ഒരു ഡസൻ പപ്സ് എടുക്കാൻ പറഞ്ഞാൽ 12 എണ്ണം കൊടുക്കുമായിരുന്നു. അതൊരു പെട്ടിയിൽ എന്താണ് അവരിങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും. 12 പപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ വന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പെട്ടിയിട്ട് അങ്ങ് കൊടുക്കും. പക്ഷെ ഇവർ വീട്ടിൽ ചെന്നിട്ട് അത് എണ്ണി നോക്കുന്ന സമയത്ത് 12ൽ കുറവുണ്ടാവും ചില കേസിലൊക്കെ. അപ്പോൾ എന്താണ് ഇവർ പോയിട്ട് രാജാവിനോട് കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ രാജാവ് പറഞ്ഞു ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് വലിയ ശിക്ഷ തരുമെന്ന് ബേക്കറിക്കാരോടും പറഞ്ഞു. അപ്പോൾ ബേക്കറിക്കാർ എന്ത് ചെയ്തു? ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 12 എണ്ണം അവർ കൃത്യമായിട്ട് വെക്കുമ്പോഴായിരിക്കും അബദ്ധവശാൽ എന്ത് ചെയ്യുന്നത്? ഒന്ന് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 13 എണ്ണം വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 13 എണ്ണം വെച്ചാൽ ഇനി അഥവാ കുറഞ്ഞു പോയാൽ എന്ത് കിട്ടും? 12 എണ്ണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ ബാക്കേഴ്സ് ഡസൻ എന്ന് പറയുന്ന ഈ ഒരു ഇഡിയം വന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതായത് കൊച്ചു ക്ലാസ്സിലൊക്കെ ഒരുപക്ഷെ PSC ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സാർമാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് ബാക്കേഴ്സ് ഡസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 13 ആണ്. എന്താണ് ബാക്കേഴ്സ് ഡസൻ? ഇനി എന്തെങ്കിലും കാരണമുണ്ട് പരീക്ഷാളിൽ നിങ്ങളിത് മറന്നുപോയി എന്ന് വിചാരിക്കും. മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബാക്കേഴ്സിലെ ബിയും കൊണ്ട് എടുക്കുക, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒന്ന് ഈ ഭാഗത്തകത്ത് അവിടെ തന്നെ ഒരു 13 നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഡസൻ ഈസ് 12 ബട്ട് എ ബാക്കേഴ്സ് ഡസൻ ഈസ് 13. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. എ ഡസൻ ഈസ് 12 ബട്ട് ബാക്കേഴ്സ് ഡസൻ ഈസ് ഡാഷ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പൂരിപ്പിക്കണം? 13 എന്ന് പൂരിപ്പിക്കണം. ഇത് നമ്മുടെ അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഇഡിയം എ ഹോട്ട് പൊട്ടറ്റോ റെഫേഴ്സ് ടു? ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയുന്ന ഇഡിയം എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്നതാണ് ഇവിടെ നമ്മുടെ അർത്ഥമാക്കുന്നത്. എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്നതാണ് എന്ത്? എ ഹോട്ട് പൊട്ടറ്റോ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ ആ ഇഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിവാദപരമായ വിഷയം അല്ലെങ്കിൽ സങ്കീർണകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് നമുക്ക് പറയാം. ഇമിഗ്രേഷൻ ഈസ് എ ഹോട്ട് പൊട്ടറ്റോ ഇൻ പൊളിറ്റിക്സ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഹോട്ട് പൊട്ടറ്റോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്താണ്? എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്നതാണ് എ ഹോട്ട് പൊട്ടറ്റോ എന്നതിന്റെ അർത്ഥമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നു. വാട്ട് ഡസ് അഖീൽസ് ഹീൽ എന്നതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് പലപ്പോഴും മലയാളത്തിൽ ചോദിക്കാറുണ്ട് തർജ്ജമ എന്ന കാലത്ത്. അവിടെ നമ്മൾ അഖീലിനെ ഉപ്പൂറ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മൾ കാണാറുണ്ട്. ഇവിടെ എന്താണ് അഖീൽസ് ഹീലിന്റെ കറക്റ്റായിട്ടുള്ള ഐഡിയം ഉദ്ദേശിക്കുന്നത് എന്താണ്? വൺസ് വീക്ക്നെസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇതും നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ PSC ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതായത് അഖീൽ എന്ന് പറയുന്ന ഒരു രാജകുമാരനുണ്ട്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ തന്റെ മകനെ ആരാലും കീഴ്പ്പെടുത്താത്ത ഒരാളാക്കി മാറ്റണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരാളുടെ നിർദ്ദേശപ്രകാരം എന്താണ് ഇന്ന നദിയിൽ കൊണ്ടുപോയിട്ട് ഈ മകനെ മുക്കിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ ആ മകനെ പിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല, യുദ്ധത്തിൽ പോയാൽ പോലും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ നദിയിൽ കൊണ്ടുപോയിട്ട് ഈ മകനെ എന്ത് ചെയ്യാണ്? മുക്കുകയാണ്. എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മകൻ എന്താണ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിയിൽ ഈ ഒരു പോർഷനിൽ എന്താണ്
അമ്പ് തറച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് ഇവന്റെ അമ്മ ഇവനെ മുക്കുന്ന സമയത്ത്, ഈ നദിയിൽ മുക്കുന്ന സമയത്ത് ഈ കാൽഭാഗത്ത് കൈ പിടിച്ചിട്ടാണ് തലകീഴായിട്ടാണ് മുക്കുന്നത്. അപ്പൊ ഈ കൈ പിടിച്ച ഭാഗത്ത് എന്ത് പറ്റിയിട്ടില്ല, ആ വെള്ളം ഏറ്റിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവന്റെ വീക്ക്നെസ് ആയിരുന്നു, അതായത് ബലഹീനതയായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അക്കീൽസ് ഹീൽ എന്ന് പറയുന്നത് വൺസ് വീക്ക്നെസ് ആണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ബാറ്റ് ചെയ്യണ സമയത്ത് ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബോളർമാർ സച്ചിന്റെ വീക്ക്നെസ് മനസ്സിലാക്കും അല്ലെ, ഇന്ന രീതിയിൽ ബോൾ ചെയ്താൽ സച്ചിനെ പെട്ടെന്ന് ഔട്ടാക്കാൻ പറ്റും. ഇപ്പൊ കോഹ്ലിയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഔട്ടാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, അയാളുടെ അക്കീൽസ് എന്താണ്, ഹീൽസ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒരാളുടെ എന്താണ് വീക്ക്നെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് അക്കീൽസ് ഹീൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, വൺസ് വീക്ക്നെസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിസ് അക്കീൽസ് ഹീൽ ഈസ് ഹിസ് ടെമ്പർ. അവന്റെ ഒരു എന്താണ് ബലഹീനത എന്ന് പറയുന്നത് എന്താണ്, അവന്റെ ദേഷ്യമാണ്. അല്ല, നമ്മൾ ആരാണെങ്കിലും നമ്മൾ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ നാശത്തിലേക്കുള്ള ഒരു പാതയായിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് ദേഷ്യപ്പെടുകയാണെങ്കിലോ അത് നടക്കത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സമൂഹം നമ്മളെ എന്ത് ചെയ്യും, അകത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഹിസ് അക്കീൽ ഹീൽ ഹിസ് ഹിസ് ടെമ്പർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവന്റെ ദേഷ്യമാണ് അവന്റെ ബലഹീനത എന്ന് പറയുന്നത്. ഇനി അടുത്ത ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, ഒരു ഡിസ്പ്യൂട്ടിനുള്ള ഒരു കാരണം. അതാണ് ഇവിടെ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്നും ചോദിക്കാറുണ്ട്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് തന്നെയാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് ചോദിക്കാം, ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് ചോദിക്കാം. ഇത് നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. എന്താണ്, ഒരു ടേബിളിന് ചുറ്റുമായിട്ട് കുറച്ച് രാജകുമാരിമാരിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് രാജകുമാരൻ വന്നിട്ട് ഒരു ആപ്പിൾ ഇട്ട് കൊടുത്തു. ഈ ആപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആൾക്കാണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുക, ഒരു തർക്കം അവിടെ ഉടലെടുക്കില്ല, ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടാകും. അതിന് കാരണം എന്താണ്, ആപ്പിൾ ആണ്. മറ്റൊന്ന് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് പട്ടിക്കൂട്ടത്തിനിടയിലേക്ക് ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക, അവിടെയും ഇതുപോലെ ഒരു അടിപിടി ഉണ്ടാവും. അവിടെയും കാരണം എന്താണ്, എല്ലും കഷ്ണമാണ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു, മണി ബിക്കം ദ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് ഇൻ ദർ ഫ്രണ്ട്ഷിപ്പ്. പണം അവരുടെ സൗഹൃദത്തിൽ എന്താണ്, തർക്കത്തിനുള്ള കാരണമായി. അപ്പോൾ എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡിന്റെ മീനിങ് വരുന്നത്. ഇനി അടുത്തത് കുക്ക് അക്കൗണ്ട്. കുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടു മാനിപ്പുലേറ്റ് എന്നാണ് അവിടെ നമ്മുടെ അർത്ഥം വരുന്നത്. അതായത് നമ്മൾ ഈ കണക്കുകളൊക്കെ എന്ത് ചെയ്യുക, അട്ടിമറിക്കുക അല്ലെ, കറക്റ്റായിട്ടുള്ള കണക്കൊന്നും എഴുതാണ്ടിരിക്കുക. ആ ഒരു ഇതിലാണ് നമ്മൾ അർത്ഥമാക്കുന്നത് കുക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ മാനിപ്പുലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് സ്പെൽ ചെക്കിൽ ചോദിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് എന്താ, മാനിപ്പുലേറ്റ് അല്ല, പലരും അങ്ങനെ ആയിരിക്കും പറയാ, മാനിപ്പുലേറ്റ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ MANUPULATE ഇത്രയും ശരിയാണ്. പക്ഷെ ഇവിടെ ഈ യുയിൽ പിടിച്ചിട്ടായിരിക്കും PSC എന്ത് ചെയ്യുന്നത്, ശരിയാണോ ചെക്കാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ മാനിപ്പുലേറ്റ് അല്ല, മാനിപ്പുലേറ്റ് എന്നാണ് വരേണ്ടത്. MANIPULATE എന്നാണ് വരേണ്ടത്. അപ്പൊ ഈ ഐ ആണ് നമ്മളവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്. എന്താണ്, മാനിപ്പുലേറ്റ്, മാനിപ്പുലേറ്റ്, മാനിപ്പുലേറ്റ്. അപ്പൊ മാൻ ഐ പുലേറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി, മാനിപ്പുലേറ്റ്. അപ്പൊ നമുക്ക് ഐ എന്ത് ചെയ്യാം, സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് വരും. മാൻ ഐ പുലേറ്റ്. അപ്പൊ എന്താണ്, മാൻ MANIPULATE. അപ്പോൾ ഒരുമിച്ച് വായിക്കുക, മാനിപ്പുലേറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഇത് പലപ്പോഴായിട്ട് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒന്നാണ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ആൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ് എന്നാണ്, പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നത് എന്നതിനെയാണ് നമ്മളെ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഹെർ സഡൻ റെസിഗ്നേഷൻ വാസ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നത്. അപ്പോൾ അവളുടെ പെട്ടെന്നുള്ള രാജി എന്താണ്, ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പരീക്ഷിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എ സഡൻ റെസിഗ്നേഷൻ വാസ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അവിടെ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം, ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന ഇഡിയം നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, കോസ്റ്റ് ദ എർത്ത് എന്ന് പറയുന്ന ഇഡിയം എന്താണ് അർത്ഥമാക്കുന്നത്. കോസ്റ്റ് ദ എർത്ത് എന്ന് പറയുന്ന ഇഡിയം എന്താണ് അർത്ഥമാക്കുന്നത്, വെരി കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ് എന്നാണ് അർത്ഥമാക്കുന്നത്. കോസ്റ്റ് ദ എർത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്, വെരി കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ് എന്നാണ് ആ ഒരു ഇഡിയം അർത്ഥമാക്കുന്നത്. ദ ന്യൂ കാർ കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുതിയ കാറിന് വളരെ വിലയുണ്ട്, ആ പുതിയ കാറിന് വളരെ വിലയുണ്ട്. ആ ഒരു മീനിങ്ങിലാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് ബ്രേക്ക് എ ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മ വന്നിട്ട് പറയാം ബ്രേക്ക് എ ലക്ക്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പൊ കാലൊടിച്ചുവോ എന്ന് നമ്മൾ ചിന്തിക്കില്ല, നിന്റെ കാലിപ്പോൾ ഞാൻ തല്ലി ഒടിക്കുമെന്നാണോ പറഞ്ഞേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ബ്രേക്ക് എ ലക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, വിഷ് യു ഗുഡ് ലക്ക് ആണ്. അപ്പൊ അമ്മയ്ക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നപ്പോൾ ഒന്ന് ചിന്തിച്ചേക്കുക. ഇനി തെറ്റുപറ്റാൻ പാടില്ല, എന്താണ് ബ്രേക്ക് എ ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ് യു ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ പല മലയാളത്തിന്റെയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
അതിൽ പല തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ മറ്റ് മീനിങ്സ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ വീട്ടിൽ നമുക്ക് പാടായിട്ട് തോന്നും. പക്ഷെ വീട്ടിൽ വന്നിട്ട് നമ്മളിത് പറയുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന അമ്മ അയ്യോ അതല്ലേ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടോ, അല്ല ഓപ്ഷൻ ഒന്നും കേൾക്കാതെ അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ ചിലരെങ്കിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. ഇവിടെ അതുപോലെയാണ്. ബ്രേക്ക് എ ലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ് യു ഗുഡ് ലക്ക്. വിഷ് യു ഗുഡ് ലക്ക് എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ വിഷ് യു ഗുഡ് ലക്ക് എന്നാണ് ബ്രേക്ക് എ ലക്ക് എന്ന് അർത്ഥം. അപ്പോൾ ഇനി പരീക്ഷയ്ക്കൊക്കെ കയറുന്ന സമയത്ത് സുഹൃത്തുക്കളെ കണ്ടിട്ട് പറയണം ബ്രേക്ക് എ ലക്ക്. അപ്പോൾ അവൻ ഇങ്ങോട്ട് തുറച്ചിട്ട് ഒരു നോട്ടം നോക്കുകയാണ്, നിങ്ങൾ തിരിച്ചു പറയണം എടാ ഞാൻ പറഞ്ഞത് എന്താണ്? വിഷ് യു ഗുഡ് ലക്ക് എന്നാണ്. അപ്പോൾ അവനൊരു മാർക്ക് കിട്ടും, നമുക്കിത് ഓർത്തെടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? വിഷ് യു ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക. ബ്രേക്ക് എ ലക്ക് വിത്ത് യുവർ പെർഫോമൻസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫെയർ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും ഈ ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ GK ചോദ്യം തന്നെയായിരിക്കും ഫെയർ പ്ലേ അവാർഡ് കിട്ടിയ ടീം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതായത് ആ ഫുട്ബോളിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഫൗളുകളൊന്നും അധികം ചെയ്യാതെ നല്ല രീതിയിൽ കളിച്ച ടീമിന് എന്ത് കൊടുക്കും? ഫെയർ പ്ലേ അവാർഡ് കൊടുക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥമാണ് ഹോണസ്റ്റി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഫെയർ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഹോണസ്റ്റി. അപ്പോൾ എന്താണ്? പ്ലേ ഗ്രൗണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പോയിട്ട് കറപ്പിക്കും. പക്ഷെ ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? ഫെയർ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണസ്റ്റി എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ഇൻ സ്പോർട്സ് വി മസ്റ്റ് ഹാവ് ഫെയർ പ്ലേ. കായിക രംഗത്ത് നമ്മൾ സത്യസന്ധത പാലിക്കണം. ഇനി അടുത്തതിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ട് ഫെയർ സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം വുമൺ ഇൻ ജനറൽ എന്നാണ്. വുമൺ ഇൻ ജനറൽ. വുമൺ ഇൻ ജനറൽ എന്നതാണ് എന്ത്? ഫെയർ സെക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫെയർ സെക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വുമൺ ഇൻ ജനറൽ എന്നതാണ്. ഇനി ഇതുപോലെ ഒന്നാണ് ഫാമിലി വേ എന്ന് പറയുന്നത്. എന്താ ഫാമിലി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ചവരാണെങ്കിൽ നീ എന്താണോ പണിയെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഫാമിലി വേയിലാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അത് തെറ്റാ. അതിൻ്റെ അർത്ഥം അറിയാതെയാണ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതായിരുന്നു ഞാനൊന്ന് പറഞ്ഞതെന്ന് ചിന്തിച്ചു പോകും. എന്താണ് ഫാമിലി വേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി പ്രഗ്നന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഫാമിലി വേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഷീ ഈസ് ഇൻ ദ ഫാമിലി വേ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ ഗർഭിണിയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും അർത്ഥം അറിയാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. കൃത്യമായിട്ട് അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അർത്ഥം കിട്ടി. ഇനി അടുത്ത ഇതിലേക്ക് വരാം. ഫ്രഞ്ച് ലീവ്. എന്താണ് ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ഓർ ലീവ് വിത്തൗട്ട് പെർമിഷൻ എന്നാണ്. ആബ്സെൻസ് ഓർ ലീവ് വിത്തൗട്ട് പെർമിഷൻ എന്നാണ് ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഹി ടുക്ക് ഫ്രഞ്ച് ലീവ് ഫ്രം വർക്ക്. ഒരു എക്സാമ്പിളായി കൊടുത്തു. അവൻ എന്താണ്? ജോലിക്ക് അനുമതിയില്ലാതെ ജോലിയിൽ നിന്ന് എന്താണ്? ലീവ് എടുത്ത് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഹി ടുക്ക് ഫ്രഞ്ച് ലീവ് ഫ്രം വർക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ഓപ്ഷൻ ചോയ്സ്. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ള ഒരു ഇഡിയമാണ് ഓപ്ഷൻ ചോയ്സ്. ഓപ്ഷൻ ബി ആണ് നോ ചോയ്സ് അറ്റ് ഓൾ എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. നോ ചോയ്സ് അറ്റ് ഓൾ എന്നാണ് ഓപ്ഷൻ ചോയ്സ് എന്നതിന്റെ മീനിങ്. അതായത് ഒന്നും തിരഞ്ഞെടുക്കാനില്ലാത്ത ഒരവസ്ഥ, വേറെ ഒന്നും തിരഞ്ഞെടുക്കാനില്ലാത്ത ഒരവസ്ഥ. ഇറ്റ് വാസ് ഓപ്ഷൻസ് ചോയ്സ്, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. അതൊരു ഓപ്ഷൻസ് ചോയ്സ് ആയിരുന്നു, എടുക്കുക അല്ലെങ്കിൽ വിടുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻസ് ചോയ്സ് ആയിരുന്നു. നിങ്ങൾ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ല, എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അപ്പവും മുട്ടക്കറി, പിന്നെ ചോദിച്ചാൽ മുട്ടക്കറിയും അപ്പവും. അപ്പോൾ ആ ഒരു ഇതാണെന്ന് ഓപ്ഷൻസ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഡസ് ന്യൂമറോ യൂനോ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ന്യൂമറോ യൂനോ എന്ന് പറയുന്നത് നമ്പർ 1 എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ്? നമ്പർ 1, ഒന്നാമൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇൻ ദ കോമ്പറ്റീഷൻ ഹി എയിംഡ് ടു ബി ദ ന്യൂമറോ യൂനോ എന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മത്സരത്തിൽ അവൻ ഒന്നാമനാകാൻ ലക്ഷ്യമിട്ടു. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. മാൻ ഓഫ് ലെറ്റേഴ്സ്. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്കോളാർ, പണ്ഡിതൻ. പണ്ഡിതൻ എന്നാണ് ഇവിടെ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ സി ആണ് അർത്ഥമാക്കുന്നത്. ദ പ്രൊഫസർ വാസ് എ ട്രൂ മാൻ ഓഫ് ലെറ്റേഴ്സ് നോൺ ഫോർ ഹിസ് എക്സ്റ്റെൻസീവ് നോളജ്. അധ്യാപകൻ തന്റെ വിപുലമായ അറിവിന് പേരുകേട്ട ഒരു യഥാർത്ഥ പണ്ഡിതനായിരുന്നു. പണ്ഡിതൻ എന്നൊരു മീനിങ്ങിലാണ് മാൻ ഓഫ് ലെറ്റേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്കോളാർസ്. ഇനി എന്താണ് മീനിങ്? മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ അൺഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നാണ് അർത്ഥമായിട്ട്. സ്ട്രോ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈക്കോലാണ്. വൈക്കോൽ. സ്ട്രോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൈക്കോലാണ്. നമുക്കറിയാം, നമ്മൾ ഈ വൈക്കോൽ കെട്ടൊക്കെ കൊണ്ടുപോയി നടക്കുമ്പോൾ ഒരെണ്ണം താഴെ വീണ് പോയാലും അത് വലിയ കാര്യമാക്കാറില്ല അല്ലേ. അതൊരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അൺഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന മീനിങ്ങിലാണ് എന്ത് വരുന്നത്? നമ്മുടെ മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹിസ് ഒപ്പീനിയൻ വാസ് ഡിസ്മിസ്ഡ് ആസ് ഹി വാസ് കൺസിഡർ എ മാൻ ഓഫ് സ്ട്രോ ഇൻ ദ ഓർഗനൈസേഷൻ. അവന്റെ അഭിപ്രായം തള്ളിക്കളഞ്ഞു, കാരണം അവൻ എന്താണ്? സംഘടനയിൽ ഒരു വിലയുമില്ലാത്ത വ്യക്തിയായി കണക്കാക്കപ്പെട്ടതുകൊണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കുസൈൻ. നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. കുസൈൻ എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നാണ്. അപ്പോൾ ആ സ്പെല്ലിംഗ് ഒക്കെ നോക്കാം. CUISINE. CUISINE. കുസൈൻ. CUISINE എന്നതാണ് കുസൈൻ എന്നതിന്റെ സ്പെല്ലിംഗ്. മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നാണ്. ഫ്രഞ്ച് കുസൈൻ ഈസ് ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫോർ എ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ചീപ്പസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രൈസ് എന്നാണ് ഫോർ എ സോങ് എന്നതിന്റെ അർത്ഥമായിട്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അറ്റ് ദ ചീപ്പസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രൈസ്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എന്നാണ് അർത്ഥം. ഐ ബോട്ട് ദിസ് ബുക്ക് ഫോർ എ സോങ് അറ്റ് ദ ബുക്ക് ഫെയർ. ഞാൻ ഈ പുസ്തകമേളയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി എന്നൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എ ബിറ്റർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബിറ്റർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഹാർഡ് ടു ആക്സെപ്റ്റ്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്, പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കയ്പുള്ള ചിലപ്പോൾ ടോണിക്സ് ഒക്കെ തരാറുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കില്ല, നമ്മൾ കരഞ്ഞ് നിലവിളിക്കിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? എ ബിറ്റർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഹാർഡ് ടു ആക്സെപ്റ്റ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്, സ്വീകരിക്കാൻ പ്രയാസമുള്ളതെന്ന്. ദ ട്രൂത്ത് അബൌട്ട് ദ കമ്പനീസ് ലോസസ് വാസ് എ ബിറ്റർ മെഡിസിൻ ഫോർ ദ എംപ്ലോയീസ്. കമ്പനിയുടെ നഷ്ടത്തെക്കുറിച്ചുള്ള സത്യം ജീവനക്കാർക്ക് സ്വീകരിക്കാൻ പ്രയാസമുള്ള ഒന്നായിരുന്നു എന്നൊരു എക്സാമ്പിളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് വരാം. ഇ.ജി. പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഇ.ജി. നമ്മൾ കേൾക്കാറുണ്ടല്ല, നമ്മൾ എഴുതിയിട്ടുണ്ടാവും അല്ല, ഇ.ജി. പക്ഷേ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് കുറെ പേരെങ്കിലും അറിയാത്തുണ്ടാവും. ഓർത്തിരിക്കുക, എക്സംബ്ലി ഗ്രേഷ്യ. റിപ്പീറ്റഡ് ആണ്. എക്സംബ്ലി ഗ്രേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇ.ജി. എന്നതിന്റെ ഫുൾ ഫോം ആണ്. വി നീഡ് ടു ബൈ ഫുഡ്സ്. എക്സാമ്പിൾ എന്താണ്? ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. ഇ.ജി. നമ്മൾ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫുൾ ഫോം നമ്മൾ അറിയില്ല. എക്സംബ്ലി ഗ്രേഷ്യ. അതുപോലെ എറ്റോൾ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ? എറ്റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത് എന്താണ്? ആൻഡ് അതേഴ്സ് എന്നാണ്. ഓപ്ഷൻ ബി ആണ്, ആൻഡ് അതേഴ്സ് എന്നാണ്. ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ് ബൈ സ്മിത്ത് ജോൺസ് എറ്റോൾ. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. എന്താണ്? ഗവേഷണം നടത്തിയത് സ്മിത്ത് ജോൺസ് മറ്റുള്ളവരും ചേർന്നാണ്. അപ്പോൾ ആൻഡ് അതേഴ്സ് എന്നൊരു മീനിങ്ങിലാണ് എറ്റോൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എറ്റോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതുപോലെ തന്നെ വരുന്ന ഒന്നാണ് സർക്ക. സർക്ക എന്ന് പറഞ്ഞാൽ എബൌട്ട് എന്നാണ് അർത്ഥം വരുന്നത്. സർക്ക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എബൌട്ട് ആണ്. ദ ബിൽഡിംഗ് വാസ് ബിൽഡ് സർക്ക 1900. കെട്ടിടം പണിതത് ഏകദേശം 1900 എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ആണ് റെയിൻ കാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻ ഹെവിലി എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ടു റെയിൻ ഹെവിലി. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് ഔട്ട്സൈഡ്, വി ക്യാൻ ഗോ ഔട്ട്. പുറത്ത് ശക്തമായ മഴ പെയ്യുകയാണ്, നമുക്ക് പുറത്ത് പോകാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഇനി എറ്റ്സെട്ര. ഇ.ജി. പഠിച്ച പോലെ തന്നെ ETC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എറ്റ്സെട്ര എന്താണ്? എറ്റ്സെട്ര. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എറ്റ്സെട്ര. ഇത് ഓർത്തിരിക്കണം, റിപ്പീറ്റഡ് ആണ്. ETC എന്നതിന്റെ പൂർണ്ണരൂപം ചോദിക്കും. എറ്റ് സെട്ര എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ഈ അടുത്ത് നമ്മൾ നോക്കാം. ഹി ബോട്ട് മെനി ഐറ്റംസ്, ബുക്സ്, പെൻസ് ആൻഡ് പെൻസിൽ, എറ്റ്സെട്ര. സെട്ര. CETERA. ആ സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി PM ഉം AM അറിയില്ലേ? PM എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? PM എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം ആണ്. പോസ്റ്റ് മെറിഡിയം, പോസ്റ്റ് മെറിഡിയം എന്നാണ് PM-ന്റെ ഫുൾ ഫോം. AM-ന്റെ ഫുൾ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ANTE മെറിഡിയം. മെറിഡിയം. ഉച്ചയ്ക്ക് മുമ്പ്, ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണും വരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബ്രേക്ക് ഓഫ് ലക്ക്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഓഫ് ലക്കിന്റെ അർത്ഥം? എന്താണ്? വിഷ് യു ഗുഡ് ലക്ക് എന്നാണ് ബ്രേക്ക് ഓഫ് ലക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഇഷ്ടദിനാശംസകൾ നേരുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണും വരേക്കും നന്ദി, നമസ്കാരം.